ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പയറൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് പയർ കട്ട് ചെയ്യുന്നത്? ഇതുപോലെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണോ? എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ചില വെജിറ്റബിൾസൊക്കെ നമുക്ക് തോരന് വേണ്ടിയിട്ട് ചോപ്പർ യൂസ് ചെയ്യാം. പക്ഷേ പയർ എപ്പോഴും കൈകൊണ്ട് തന്നെ അരിഞ്ഞ് തോരൻ വെക്കുന്നതാണ് നല്ലതല്ലേ. അങ്ങനെ പയറൊക്കെ അരിഞ്ഞു. പിന്നെ ഞാൻ ഒരു അവിയൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും കടുക് പൊട്ടിച്ച ശേഷം പയറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെക്കുന്നുണ്ട് വേവാനായിട്ട്. ഇനി നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. വെളുത്തുള്ളി, തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്രയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഈ പയറിലേക്കിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടോ. ഓരോ നാട്ടിലും ഓരോ ഡിഷസും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വെക്കുക. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ രീതിയിലാണ് കേട്ടോ. അങ്ങനെ പയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി നെക്സ്റ്റ് അവിയൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനായിട്ടൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇന്ന് ഞാൻ എല്ലാം തന്നെ മൺചട്ടിയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസം ഇങ്ങനെ മൺചട്ടി ആയിരിക്കും, പക്ഷേ എല്ലാ ദിവസവും അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷേ മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടു, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെക്കുന്നുണ്ട് വേവാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തു. അതിലേക്ക് ഈ അരപ്പും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അവിയലിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞ്. ഇനി ഞാനൊരു ഉള്ളിത്തീയലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിത്തീയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ ഓൾറെഡി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യണം. സവാള നമ്മൾ യൂസ് ചെയ്താൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പോഴേക്കും പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഉള്ളിയൊക്കെ അങ്ങനെ വഴണ്ട് വന്ന സമയത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ്. തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടി നന്നായിട്ടൊന്ന് അരയ്ക്കുന്നുണ്ട്, വെള്ളം ചേർക്കാതെ. അതും കൂടി ചേർത്ത് നല്ല കട്ടിയായിട്ടുള്ള പുളിയുടെ നീരും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ തീയൽ റെഡിയായി. ഇനി ഞാനൊരു ഓംലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. അവിയലും തോരനും ഉള്ളിത്തീയലും ഓംലേറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതെല്ലാം തന്നെയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.